ഹായ് മക്കളെ, ഞാൻ വർഷ. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിളത്തിലെ സുവോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റീനീറ്റിന് വേണ്ടി നന്നായി പഠിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് സുവോളജിയിലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പാരമീസിയം എംപ്ലോയ് സീലിയ ഫോർ പുഷിംഗ് ഫുഡ് ഇൻ ടു സൈറ്റോഫാരിങ്സ് ആൻഡ് ഇൻ ലോക്കോമോഷൻ. പാരമീസിയത്തിൽ സീൽ യൂസ് ചെയ്തിട്ടാണ് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതും ലോക്കോമോഷനും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഹൈഡ്ര ടേക്സ് ഹെൽപ്പ് ഓഫ് ടെൻഡക്കിൾ ഫോർ ബോത്ത് ഫുഡ് ക്യാപ്ചറിങ് ആൻഡ് ലോക്കോമോഷൻ. ഹൈഡ്ര ടെൻഡക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ലോക്കോമോഷനും ഫുഡ് ക്യാപ്ചറും ചെയ്യുന്നത്. അത് നമുക്ക് ഷുവർ ആണ്. ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ്സ് ആൻഡ് വൈസ് വേഴ്സ. ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ്സ് ആണ്, ബട്ട് ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻസ്. കാരണം മൂവ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് മൂവ്മെന്റ് ആണ്, പക്ഷെ ലോക്കോമോഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ മാത്രമേ നമുക്ക് ലോക്കോമോഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സോ ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻസ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മെത്തേഡ് ഓഫ് ലോക്കോമോഷൻ വാരി വിത്ത് ഹാബിറ്റാറ്റ് ആൻഡ് ഡിമാൻഡ് ഓഫ് സിറ്റുവേഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് NCERT പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. Ciliated epithelium is commonly found in respiratory tract and reproductive tract. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് which of the above statement is false എന്നാണ്. ഓപ്ഷൻ 3 മാത്രമാണ്, സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following statement is false? Option A, locomotion and many other movements require coordinated muscular activity. Coordinated muscular activity ഉണ്ടെങ്കിൽ മാത്രമേ ലോക്കോമോഷനും മൂവ്മെന്റും പോസിബിൾ ആവുള്ളൂ. ശരിയാണ്. Muscle is a specialized tissue of endodermal in origin. Muscle is not endodermal in origin. Muscle mesodermal in origin ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് B തെറ്റാണ്. ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. There are 639 മസിൽസ്. ഒരു 640 അറൌണ്ട് മസിൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഇത് NCERT ഇല്ല. ആ മസിൽസിന്റെ അത്ര എണ്ണം അബൌട്ട് 40 to 50% ഓഫ് അഡൾട്ട് ബോഡി വെയിറ്റ്. അത് ശരിയാണ്. 40% ബോഡി വെയിറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് ആര്? മസിൽസ്. മസിൽ ഷോ കോൺട്രാക്റ്റബിലിറ്റി, എക്സൈറ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ B. Muscle is not endodermal, mesodermal in origin. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following statements about visceral muscle is correct? What is visceral muscle? The muscle which is present in the inner wall of hollow visceral organ. Hollow visceral orgന്റെ inner wallൽ കാണുന്ന മസിലാണ് visceral muscles അഥവാ സ്മൂത്ത് മസിൽ എന്ന് നമുക്ക് വിളിക്കാം. ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. NCERT തന്നെയുള്ള ഇമേജ് ആണ്. സ്മൂത്ത് മസിൽസ് ആർ സ്പിൻഡിൽ ഷേപ്പ് ആണ്, അഥവാ ഫ്യൂസിഫോം അപ്പിയറൻസ് ആണ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഇത് ഓർഗനുമായിട്ട് അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ ഇവർ വോളണ്ടറി ആയിരിക്കുമോ ഇൻവോളണ്ടറി ആയിരിക്കുമോ? ഇൻവോളണ്ടറി ആയിരിക്കും. ഓർഗനെ നമ്മളല്ലല്ലോ കൺട്രോൾ ചെയ്യുന്നത്, അപ്പോൾ ഇൻവോളണ്ടറി ആയിരിക്കും. ഇമേജിൽ നോക്കി ഇതിൽ സ്ട്രയേഷൻസ് കാണുന്നില്ല. ഇത്രയാണ് ആരുടെ ഫീച്ചേഴ്സ്? സ്മൂത്ത് മസിൽസിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. They are non-striated muscles. ശരിയാണ്, നമുക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റില്ല. They are involuntary muscles. ശരിയാണ്, ഇൻവോളണ്ടറി ആണ്, ഓർഗനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. They have various function. ശരിയാണ്. രണ്ട് ഓപ്ഷൻ ശരിയാവുമ്പോൾ തന്നെ ആൻസർ ഏതാവും? All of the above. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കാർഡിയാക് ഓർ ഹാർട്ട് മസിൽസ് ആർ. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള ഇമേജ് കാർഡിയാക് മസിലിന്റെ ആണ്. കാർഡിയാക് മസിൽ നിങ്ങൾ നോക്കിയേ, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. അതിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സ്ട്രയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ അവർക്ക് എന്തുണ്ട്? ബ്രാഞ്ചിങ് ഉണ്ട്. അവര് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ നമ്മൾ NCERT ഇല്ലാത്ത പോയിന്റ്, നമ്മളെ ഹാർട്ട് മസിൽസ് ഫെറ്റീഗ് ആവാത്തത് അല്ലെങ്കിൽ ക്ഷീണിക്കാത്ത മസിൽസ് ആണ് ഏത്? കാർഡിയാക് മസിൽസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കാർഡിയാക് മസിൽസ് ആർ സ്ട്രയേറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി. ശരിയാണ്, ഹാർട്ട് നമ്മളല്ലല്ലോ കൺട്രോൾ ചെയ്യുന്നത്, അപ്പൊ ഇൻവോളണ്ടറി ആണ്, സ്ട്രയേറ്റഡ് ആണ്. നോട്ട് ഫെറ്റീഗ്, ബ്രാഞ്ച്ഡ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക?
ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സോഴ്സ് ഓഫ് കാൽഷ്യം ഫോർ മസിൽ ഈസ്. മസിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് കാൽഷ്യം കിട്ടുന്നതെന്ന്. നമ്മളൊരു മസിൽ സെൽ എടുത്ത് നോക്കിയാൽ മസിൽ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ. സാർക്കോലെമ്മയിലുള്ള ഇൻവാജിനേഷൻസ് ഉണ്ട് ഉള്ളിലേക്കുള്ള, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടി ട്യൂബ്യൂൾസ് അഥവാ ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾസ്. ഇനി സാർക്കോപ്ലാസം, സൈറ്റോപ്ലാസത്തെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസം. സാർക്കോപ്ലാസത്തിൽ കാണുന്ന മൈറ്റോകോൺട്രിയെ വിളിക്കുന്ന പേരാണ് സാർക്കോസോം. അതിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ വിളിക്കുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കാൽഷ്യത്തിന്റെ റിസർവോയർ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ടി ട്യൂബ്യൂൾ അല്ല, ടി ട്യൂബ്യൂൾ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന കുറച്ച് ഇൻവാജിനേഷൻസ് ആണ് ടി ട്യൂബ്യൂൾസ്. സാർക്കോസോം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. സാർക്കോലെമ്മ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കാൽഷ്യത്തിന്റെ റിസർവോയർ. ഓപ്ഷൻ ഡി. ഓക്കെ, then next question. One myosin filament in the myofibrilloskeletal muscle fiber is surrounded by how many actin filaments? നമ്മൾ NCERT ഇല്ല. മയോസിൻ ഫിലമെന്റിനെ ചുറ്റിക്കൊണ്ട് എത്ര ആക്റ്റിൻ ഫിലമെന്റുകൾ കാണാൻ പറ്റും? ഒരു മയോസിന് ചുറ്റുമായിട്ട് 6 ആക്റ്റിൻ ഫിലമെന്റ്സ് കാണാൻ പറ്റും. ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് നമ്മൾ ആരെ കാണുന്നത്? ആക്റ്റിൻ ഫിലമെന്റിനെ കാണുന്നത്. അപ്പോ 1 മയോസിൻ ഫിലമെന്റിനെ സറൗണ്ട് ചെയ്തിട്ട് എത്ര ആക്റ്റിൻ കാണുമെന്ന് ചോദിച്ചാൽ ആൻസർ 6 ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോ, മേ ബി ചോദിച്ചാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calcium bind dash in the skeletal muscle and lead to exposure of the binding site for dash on the filament dash. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റ് പഠിച്ചു നോക്കാം. ഓക്കെ, ആക്റ്റിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ നോക്കുവാണ് നമ്മൾ. ആക്റ്റിൻ എന്ന് പറയുന്നത് തിൻ ഫിലമെന്റ് ആണ്. ആക്റ്റിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എഫ് ആക്റ്റിൻ, 2 എഫ് ആക്റ്റിൻ കൊണ്ടും 2 ട്രോപ്പോമയോസിൻ കൊണ്ടും ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടുമാണ്, കോംപ്ലക്സ് പ്രോട്ടീൻ കൊണ്ടുമാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ആക്റ്റിൻ ഫിലമെന്റ് ഈ ഒരു പോർഷൻ നമ്മളെടുത്ത് സൂം ചെയ്ത് നോക്കും. സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് എഫ് ആക്റ്റിൻ. ഈ എഫ് ആക്റ്റിന്റെ മേലെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്തുകൊണ്ടാണ് ആരുണ്ടാവുക? ട്രോപ്പോണിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. ട്രോപ്പോണിൻ എന്ന് പറയുന്നത് ഒരു പോളിമറൈസ്ഡ് പ്രോട്ടീൻ ആണ്. ഇപ്പൊ ഒരു പൂ പോലത്തെ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത് 3 പെറ്റൽസ് ഉണ്ട്, 3 സബ് യൂണിറ്റുകൾ ഉണ്ട്. അതിൽ 1 സബ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഇവരെ ആക്റ്റിന്റെ മേലെയുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്ത് വെക്കും. ആ സബ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഐ സബ് യൂണിറ്റ് അഥവാ ഇൻഹിബിൻ. പിന്നെ മറ്റൊരു സബ് യൂണിറ്റ് ഉണ്ട് ഇവിടെ, കാൽഷ്യം ബൈൻഡിങ് സൈറ്റ് ഉണ്ട് അവർക്ക്. അതിനെ നമ്മൾ സി സബ് യൂണിറ്റ് എന്ന് വിളിക്കും. ട്രോപ്പോമയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സബ് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടി സബ് യൂണിറ്റ്. ഇങ്ങനെ 3 സബ് യൂണിറ്റ് ആണ് ആർക്കുള്ളത്? ട്രോപ്പോണിനുള്ളത്. അപ്പോ മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് കാൽഷ്യം വേണമല്ലോ. കാൽഷ്യം വന്നാൽ എന്ത് സംഭവിക്കും? ആക്റ്റിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഉണ്ടായിരുന്ന ട്രോപ്പോണിന്റെ ഐ സബ് യൂണിറ്റ് റിമൂവ് ആയി പോകും. എങ്ങനെ റിമൂവ് ആയി പോകും? അവർക്ക് കൺഫർമേഷൻ ചേഞ്ച് സംഭവിക്കും. ടി സബ് യൂണിറ്റിൽ ട്രോപ്പോമയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സി സബ് യൂണിറ്റിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യും? കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യും. കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്താൽ ട്രോപ്പോണിന് കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാവുകയും ആക്റ്റീവ് സൈറ്റിൽ നിന്ന് ഐ സബ് യൂണിറ്റ് റിമൂവ് ആവുകയും ചെയ്യുന്നു. അപ്പൊ എന്ത്? ആക്റ്റീവ് സബ് യൂണിറ്റ് അൺമാസ്ക് ചെയ്യപ്പെടുന്നു. അപ്പൊ അവിടെ ആർക്ക് വന്ന് ബൈൻഡ് ചെയ്യാം? മയോസിൻ ഹെഡിന് വന്ന് ബൈൻഡ് ചെയ്യാം, മസിൽ കോൺട്രാക്ഷൻ നടത്താം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ. നമുക്കപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ്, കാൽഷ്യം ബൈൻഡ് എവിടെയാ കാൽഷ്യം ബൈൻഡ് ചെയ്യുക? ട്രോപ്പോണിനിൽ. ട്രോപ്പോണിൻ
സബ് യൂണിറ്റിലാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? കാൽഷ്യം ഇൻ ദി സ്കെൽട്ടൽ മസിൽ ആൻഡ് ലീഡ് ടു എക്സ്പോഷർ ഓഫ് ബൈൻഡിങ് സൈറ്റ് ഫോർ. ആർക്ക് ബൈൻഡ് ചെയ്യാനാ? ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ ഓൺ ആക്റ്റിൻ ഫിലമെന്റ്. ഇതല്ലേ വരിക? അപ്പോ ട്രോപ്പോണിൻ, മയോസിൻ, ആക്റ്റിൻ. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, choose the incorrect statement about the skeletal muscle. Their activities are under the voluntary control of the nervous system. Skeletal system എന്ന് പറയുന്നത്, skeletal muscle എന്ന് പറയുന്നത് skeletal ബോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മസിൽസ് ആണ്. അവരുടെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത് വോളണ്ടറി നെർവസ് സിസ്റ്റം ആണ്. ശരിയാണ്. ദേ ആർ നോൺ ആസ് നോൺ സ്ട്രയേറ്റഡ് മസിൽ. ഞാൻ താഴെ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് നമുക്ക് വ്യക്തമായിട്ട് എന്ത് കാണാൻ പറ്റും? സ്ട്രയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ ആർ നോൺ സ്ട്രയേറ്റഡ്. അവരെന്താണ്? അവർ സ്ട്രയേറ്റഡ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ദേ ആർ പ്രൈമർലി ഇൻവോൾവ് ഇൻ ലോക്കോമോട്ടറി ആക്ഷൻ ആൻഡ് ചേഞ്ച് ഓഫ് ബോഡി പോസ്ചർ. ശരിയാണ്. ദേ ഹാവ് സ്ട്രൈപ്ഡ് അപ്പിയറൻസ്. ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement about striated muscle are false? Striated musclesന്റെ false statement ആണ് ചോദിച്ചത്. ഇപ്പൊ നമുക്ക് striated musclesനെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കാം. striated musclesൽ striations കാണാം. striations എന്ന് പറയുന്നത് ആരാ? തിൻ ഫിലമെന്റ് ആയ ആക്റ്റിൻ, തിക് ഫിലമെന്റ് ആയ മയോസിൻ, ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, മയോസിൻ. ഇങ്ങനെ ഇവർ പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആക്റ്റിൻ ആൻഡ് മയോസിൻ ആർ പാരൽ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ ദേ ആർ പാരൽ ടു ദി ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഓഫ് ദി മയോഫൈബ്രിൽസ്. മയോഫൈബ്രിൽസിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിനും പാരലാണ്. ദേ ആർ പാരൽ ടു ഈച്ച് അതർ ആണ്. ഇനി നിങ്ങൾ നോക്കിയ തിൻ ഫിലമെന്റ് ആയ ആക്റ്റിൻ, ആക്റ്റിൻ, ആക്റ്റിൻ. ഈ ആക്റ്റിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഫോം ചെയ്ത ലൈനിന്റെ പേരാണ് സെറ്റ് ലൈൻ. സെറ്റ് ലൈൻ ഈസ് എ ഇലാസ്റ്റിക് ഫൈബർ വിച്ച് ബൈസെക്ട് ദി ആക്റ്റിൻ ഫിലമെന്റ്. ആ ആക്റ്റിൻ ഫിലമെന്റുകൾ മാത്രം കാണുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ബാൻഡ്. ഇനി നോക്കി, ഈ ആക്റ്റിൻ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആയി? സെറ്റ് ലൈനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ തിൻ ഫിലമെന്റ് അറ്റാച്ച്ഡ് വിത്ത് സെറ്റ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് തിക് ഫിലമെന്റിനെ നോക്കാം. തിക് ഫിലമെന്റിന്റെ പേരെന്താ? മയോസിൻ, 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 മയോസിൻ. These myosins are held together by a fibrous membrane. ഒരു തിൻ ഫൈബ്രസ് മെംബ്രെയിൻ്റെ പേരാണ് എം ലൈൻ. അപ്പോൾ തിൻ ഫിലമെന്റ് സെറ്റ് ലൈനുമായിട്ടും തിക് ഫിലമെന്റ് പരസ്പരം എം ലൈനുമായിട്ട് വെച്ചിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി നോക്കിയേ, ആക്റ്റിൻ മാത്രം കണ്ട റീജിയനെ നമ്മൾ വിളിച്ചത് ഐ ബാൻഡ് എന്നാണ്. മയോസിൻ കാണുന്ന റീജിയനുകളെ നമ്മൾ വിളിക്കുന്ന പേര് എ ബാൻഡ് എന്നാണ്. പക്ഷെ നമ്മൾ മയോസിൻ കാണുന്ന റീജിയനെ സൂക്ഷിച്ചു നോക്കിയേ, മയോസിന്റെ കൂടെ ആരുണ്ട്? ആക്റ്റിൻ ഓവർലാപ്പായി കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മയോസിനുള്ള റീജിയനിൽ ആക്റ്റിൻ ഓവർലാപ്പാണ്. പക്ഷെ ആക്റ്റിൻ ഇല്ലാതെ മയോസിൻ മാത്രം കാണുന്ന എ ബാൻഡിലെ സോണിന്റെ പേരാണ് എച്ച് സോൺ. മയോസിൻ മാത്രം കാണുന്ന അല്ലെങ്കിൽ മയോസിൻ കാണുന്ന റീജിയന്റെ പേരാണ് എ ബാൻഡ്. മയോസിൻ മാത്രം കാണുന്ന സോണിന്റെ പേരാണ് എച്ച് സോൺ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മളൊരു സാർക്കോമിയറിന്റെ പിക്ചർ. അപ്പോൾ സാർക്കോമിയർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു സെറ്റ് ലൈൻ, രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലത്തെ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സാർക്കോമിയർ. സാർക്കോമിയറിലാണ് ആരുള്ളത്? ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, മയോസിൻ ഒക്കെ കാണുന്നത്. ഇതാണ് ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ എന്ന് പറയുന്നത്, കോൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസിൻ്റെ അകത്തേക്ക് പോവാം. Thick filament in the air band are held together in the middle of the band by thin fibrous membrane called M line. മയോസിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? എം ലൈൻ ആണ്. ഈ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. In the center of each I band is an elastic fiber called set line which bisect it. Set line അവരെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്. Thick filament are firmly attached to the set line. Thick filament ആണോ firmly attach ചെയ്യുന്നത്? അല്ല, തിൻ ഫിലമെന്റ് ആയിരുന്നു. The central part of thick filament overlapped by thin filament is called H zone. അല്ല,
എച്ച് സോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെൻട്രലിൽ കാണുന്ന മയോസിൻ മാത്രമുള്ള ഈ സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് 3 and 4. അപ്പൊ ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മയോസിൻ ഹെഡ് കണ്ടെയ്ൻ. മയോസിനെ നമുക്കൊന്ന് നോക്കാം. മയോസിൻ എന്ന് പറയുന്നത് ഒരു പോളിമറൈസ്ഡ് പ്രോട്ടീൻ ആണ്. മയോസിൻ ഈസ് എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. അപ്പൊ അതിനൊരു മോണോമർ വേണ്ടേ? മോണോമറിന്റെ പേരാണ് മീറോമയോസിൻ. ഈ മീറോമയോസിന്റെ ഇമേജ് ആണ് NCERT ഉള്ളത്. മീറോമയോസിന് ഒരു ഗ്ലോബുലാർ ഹെഡ് ഉണ്ട്. ഒരു ഡൈമറിക് ഫോമിലാണ് ഉള്ളത്. ഒരു ഗ്ലോബുലാർ ഹെഡ് ഉണ്ട്. ഈ ഗ്ലോബുലാർ ഹെഡിന് മോളിക്കുലാർ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ഹെവി മീറോമയോസിൻ എന്നാണ്. ടെയിൽ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് ലൈറ്റ് മീറോമയോസിൻ എന്നാണ്. പിന്നെ ഒരു കഴുത്ത് പോലത്തെ പോർഷൻ കണ്ട, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷോർട്ട് ആം എന്നാണ്. അപ്പൊ ഈ സ്ട്രക്ചർ ഉള്ള മീറോമയോസിന്റെ ഹെഡ് വെച്ചാണ് ഈ മീറോമയോസിൻ പോളിമറൈസ് ചെയ്തിട്ടുണ്ടായ സ്ട്രക്ചറാണ് മയോസിൻ. അപ്പൊ ഈ മയോസിൻ എന്ത് ചെയ്യണം? ആക്റ്റിന്റെ ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യണം, മസിൽ കോൺട്രാക്ഷൻ നടത്തണം, അതായത് സ്ലൈഡിങ് നടത്തണം. അപ്പൊ അതിന് വേണമെങ്കിൽ മയോസിൻ ഹെഡിൽ എന്ത് വേണം? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് നിർബന്ധമായിട്ടും വേണം. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് മാത്രം മതിയോ? എനർജി വേണ്ടേ ബൈൻഡ് ചെയ്യാൻ? അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട് ഹെഡില്, മയോസിൻ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. പിന്നെ എന്തും കൂടെ ഉണ്ട് അവർക്ക്? ATP's ആക്ടിവിറ്റി. ഈ ATP ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഹെഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. മയോസിൻ ഹെഡ് കണ്ടെയ്ൻ ATP's ആക്ടിവിറ്റി ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ആക്റ്റീവ് സൈറ്റ് ഫോർ ആക്റ്റിൻ, ആക്റ്റീവ് സൈറ്റ് ഫോർ ആക്റ്റിൻ ഇല്ലേ? ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിൻ, ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റുകൾ ഉണ്ട്. ഓൾ ഓഫ് ദീസ്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The junction between a motor neuron and the sarcolemma of the muscle fiber is called. Junction between ഒരു മസിലും ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. അപ്പൊ ന്യൂറോ മസ്കുലാർ ജംഗ്ഷന് രണ്ട് പേരാണ്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആൻഡ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ A and B ആണ്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ട്, മോട്ടോർ യൂണിറ്റ്. മോട്ടോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് മസിൽ ഫൈബേഴ്സ് ന്യൂറോണുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ന്യൂറോണുമായിട്ട് കണക്റ്റഡ് ആയ ഈച്ച് മസിൽ ഫൈബേഴ്സിന്റെ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ്. ഒരു മസിലിന് തന്നെ ഒന്നിൽ കൂടുതൽ മോട്ടോർ യൂണിറ്റുകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ മോട്ടോർ യൂണിറ്റ്. ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ D ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റെപ്പ് ഇൻ എ സീക്വൻസ് ഒക്കറിംഗ് ഡ്യൂറിംഗ് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കാൽഷ്യം എങ്ങനെ റിലീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് മസിലിന്റെ ഒരു സെൽ എടുത്ത് നോക്കിയാൽ മസിൽ സെല്ലിന്റെ സാർക്കോലെമ്മയുണ്ട്, T ട്യൂബ്യൂൾസ് ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് നമുക്ക് ആവശ്യമായ ആരുള്ളത്? കാൽഷ്യം ഉള്ളത്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും മോട്ടോർ നെർവ് വഴി ഒരു സിഗ്നൽ വരും മസിൽ കോൺട്രാക്ഷന്റെ. അപ്പൊ ഇവരെന്ത് റിലീസ് ചെയ്യും? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. മസിൽ കോൺട്രാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളിൻ. ഒരേ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററേ ഉള്ളൂ. അതായത് സ്റ്റിമുലേറ്ററി മാത്രമേ ഉള്ളൂ, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇല്ല. അസറ്റൈൽ കൊളൈൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു സാർക്കോലമേൽ. സാർക്കോലമേൽ ബൈൻഡ് ചെയ്യുന്നാൽ എന്ത് സംഭവിക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പൾസുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇത് എങ്ങോട്ടേക്ക് എത്തുന്നു? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ. അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ റിലീസ് ചെയ്യും? കാൽഷ്യം. കാൽഷ്യം എവിടെ പോവായിരുന്നു? ട്രോപ്പോണിന്റെ ഓർമ്മയുണ്ടോ? C സബ് യൂണിറ്റിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പൊ ട്രോപ്പോണിന്റെ C സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്താൽ ആക്റ്റീവ് സൈറ്റ് അൺമാസ്ക് ചെയ്യപ്പെടുന്നു, മയോസിൻ ബൈൻഡ് ചെയ്യുന്നു, മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. റിലീസ് ഓഫ് കാൽഷ്യം അല്ല, നമുക്ക് ആദ്യം എന്താ വരേണ്ടത്?
ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറൽ സിഗ്നൽ റീച്ചിങ് ദി ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ റിലീസിങ് അസറ്റൈൽ കോളിൻ റിലീസിങ്. ഒന്നാമത്തെ ഓപ്ഷൻ 3 ആണ്. 3 വെച്ച് വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തത് 4 ആണോ 1 ആണോ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ഇൻ സാർക്കോലെമ, അത് ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആൻസർ ബി ആണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകുന്നു? റിലീസ് ഓഫ് കാൽഷ്യം. കാൽഷ്യം റിലീസ് ചെയ്താൽ അടുത്തത് എന്താ സംഭവിക്കുന്നത്? ബൈൻഡിങ് ഓഫ് കാൽഷ്യം വിത്ത് സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ ഫിലമെന്റ് ഓൺ ആക്റ്റിൻ ഫിലമെന്റ്. അത് സംഭവിച്ചാൽ എന്ത് നടക്കുന്നു? മയോസിൻ ഹെഡ് ബൈൻഡ് ടു എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ് ഓൺ ആക്റ്റിൻ ടു ഫോം ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു, സ്ലൈഡിങ് നടത്തുന്നു. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ബി. രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ആൻസർ കിട്ടിക്കഴിഞ്ഞു. സമയം കളയരുത്. മെയിൻ എക്സാമിന് നിങ്ങൾ വായിക്കുന്നു, ഇതാണെന്ന് കൺഫേം ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലാക്സേഷൻ ഓഫ് മസിൽ ഈസ് ഡ്യൂ ടു. മസിൽ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ നേരത്തെ കാൽഷ്യം ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് സൈറ്റ് വിസിബിൾ ആവുന്നു, ആക്റ്റീവ് സൈറ്റ് വിസിബിൾ ആവുന്നു. എപ്പോഴാണോ കാൽഷ്യം തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകുന്നത്, അതോടുകൂടി ആക്റ്റീവ് സൈറ്റ് എന്ത് ചെയ്യപ്പെടുന്നു? മാസ്ക് ചെയ്യപ്പെടുന്നു. പിന്നെ എന്ത് നടക്കില്ല? മസിൽ കോൺട്രാക്ഷൻ നടക്കില്ല. അപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? പമ്പിങ് ഓഫ് കാൽഷ്യം ഇൻറ്റു സാർക്കോപ്ലാസ്മിക് സിസ്റ്റേണെ. സാർക്കോപ്ലാസ്മിക് സിസ്റ്റേണയിലേക്ക് ആര് തിരിച്ചു പോകണം? കാൽഷ്യം തിരിച്ചു പോകണം. അപ്പോൾ മസിൽ റിലാക്സേഷൻ നടക്കണമെങ്കിൽ ഏതാണ് വേണ്ടത്? കാൽഷ്യം തിരിച്ചു പോകണം. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ. എൻ്റെ കൂടെ ഒരു ഓപ്ഷൻ സിയും കൂടി ഉണ്ടല്ലേ. നമ്മൾ ഡി ഓപ്ഷൻ നോക്കിയേ. കൺഫർമേഷൻ ചേഞ്ച് ഇൻ ട്രോപ്പോണിൻ ആൻഡ് എക്സ്പോഷർ ഓഫ് ആക്റ്റിൻ ഫിലമെന്റ്. ആക്റ്റിൻ ഫിലമെന്റിനെ എക്സ്പോസ് ചെയ്താൽ എന്ത് നടക്കില്ല? മസിൽ റിലാക്സ് ചെയ്യില്ല, മസിൽ കോൺട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റിനെ നമ്മൾ മാസ്ക് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഓപ്ഷൻ വിത്ത് കറക്റ്റ് ഫീച്ചർ ഓഫ് റെഡ് മസിൽസ്. നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് മസിൽസ് ആണ് ഉള്ളത്. ഒന്ന് റെഡ് മസിലും മറ്റേത് വൈറ്റ് മസിൽ. റെഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് റെഡ് കളർ ആയിരിക്കും. റെഡ് കളർ ആവാൻ കാരണം അവർക്ക് മസിലിലെ ഗ്ലോബിൻ ഏതാണ്? മയോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. അടുത്തൊരു എം വെച്ചുള്ള ഒരു പോയിന്റ് ആലോചിക്കുക. അവർക്ക് മൈറ്റോകോൺട്രിയയും കൂടുതലായിരിക്കും. മൈറ്റോകോൺട്രിയയും കൂടുതലായതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് അവർ ATP സിന്തസിസ് നടത്തും. അതുകൊണ്ട് ഈ മസിൽസിനെ നമുക്ക് എയ്റോബിക് മസിൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ മയോഗ്ലോബിൻ കൂടുതലായിരിക്കും, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് എയ്റോബിക് മസിൽ എന്ന് വിളിക്കാം. ഇനി നമുക്ക് വൈറ്റ് മസിലിനെ നോക്കിയാലോ. വൈറ്റ് മസിലിന് മയോഗ്ലോബിൻ കണ്ടന്റ് കുറവാണ്. അതാണ് അവർ വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. ഇവർക്ക് മൈറ്റോകോൺട്രിയ കുറവാ, പക്ഷെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിരിക്കും. ഇവർ ഓക്സിജൻ അല്ല, കാർബൺ ഡയോക്സൈഡ് ഓക്സിജന്റെ ആബ്സെൻസിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എനൈറോബിക് മസിൽസ് എന്ന് വിളിക്കാൻ പറ്റും. ഇവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എനൈറോബിക് മസിൽസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. നമ്മളോട് ചോദിച്ചത് റെഡ് മസിൽസിനെ പറ്റിയിട്ടാണ്. റെഡ് മസിലിന് എന്താണ്? മൈറ്റോകോൺട്രിയ അല്ല. റെഡ് മസിലിന് മയോഗ്ലോബിനും എന്തും കൂടുതലാ? മൈറ്റോകോൺട്രിയയും കൂടുതലാ. അല്ല. ഇതാരാണ്? ഇത് വൈറ്റ് മസിലാണ്. ഹൈ മയോഗ്ലോബിൻ കണ്ടന്റ്. ആരാണ്? റെഡ് മസിൽ. എയ്റോബിക് മസിൽ ആരാണ്? റെഡ് ആണ്. അനൈറോബിക് ആരാണ്? വൈറ്റ് ആണ്. ലെസ് മയോഗ്ലോബിൻ ആരാ? ലെസ് മയോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ആരാണ്? വൈറ്റ് ആണ്. അപ്പൊ ആൻസർ ഏതാ? 2 and 3. 2 and 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? സി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂറൽ കനാലിസ്. ന്യൂറൽ കനാൽ എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിന്റെ സെൻട്രലുള്ള ഹോളോ കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറൽ കനാൽ. ത്രൂ ദാറ്റ് ന്യൂറൽ കനാൽ നമ്മളെ സ്പൈനൽ കോഡ് ഇങ്ങനെ പോകും. അപ്പോൾ ന്യൂറൽ കനാൽ ഇസ് എ സോളിഡ് പോർഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം. സോളിഡ് പോർഷനിലൂടെ സ്പൈനൽ കോഡിന് പാസ് ചെയ്യാൻ പറ്റില്ല. ഹോളോ പോർഷൻ ഓഫ് വെർട്ടിബ്രൈ ത്രൂ വിച്ച് ദ സ്പൈനൽ കോഡ് പാസസ്. അത് ശരിയാണ്. ബോത്ത് എ ആൻഡ് ബി അല്ല, നൺ ഓഫ് ദി എബോവ് അല്ല. അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ ബി. ഇതിനെ കൂടെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. ഞാനിപ്പോൾ കൊടുത്ത ഫസ്റ്റത്തെ പിക്ചർ എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ സെൻട്രൽ കാണുന്ന ഈ കനാലിന്റെ പേരാണ് ന്യൂറൽ കനാൽ. ഓക്കെ. ഈ കൊടുത്ത ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൻ്റെതാണ്.
സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലിന്റെ പേരെന്താ? സെൻട്രൽ കനാൽ. അപ്പൊ മാറിപ്പോവരുത്. സെൻട്രൽ കനാൽ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിലും ന്യൂറൽ കനാൽ എന്ന് പറയുന്നത് വേർട്ടിബ്രൽ കോളത്തിൽ കാണുന്ന കനാലാണ്. രണ്ടും ഒന്നാണ്, നമുക്ക് തെറ്റിദ്ധരിക്കാം. പക്ഷെ രണ്ടും ഒന്നല്ല. ന്യൂറൽ കനാൽ ഈസ് സീൻ ഇൻ വേർട്ടിബ്രൽ കോളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹ്യൂമൻ അഡൽട്ട് വേർട്ടിബ്രൽ ഫോർമുല. വേർട്ടിബ്രൽ കോളത്തിന്റെ ഫോർമുല അറിയാവോ? സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രം, കോക്കേജിയൻ. സെർവിക്സ് ഓർമ്മയുണ്ടോ? സെർവിക്കൽ എത്രയാണ്? സെർവിക്കൽ 7, തൊറാസിക് 12, ലംബാർ 5, സാക്രം 1, കോക്കിക്സ് 1. അപ്പൊ ഏതാണ് വരുന്നത്? 7, 12, 5, 1, 1. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് സ്റ്റേർണം? നോട്ട് കറക്റ്റ് അബൌട്ട് സ്റ്റേർണം. സ്റ്റേർണം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മള് ബ്രസ്റ്റ് ബോൺ ആയിരുന്നു. നമ്മുടെ വെൻട്രൽ പാർട്ടിൽ, മുന്നിലത്തെ പോർഷനാണ് വെൻട്രൽ, പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേര് ഡോർസൽ. വെൻട്രൽ പാർട്ടിൽ കാണുന്ന സിംഗിൾ ബോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേർണം ഇസ് എ ഫ്ലാറ്റ് ബോൺ. ഇതാണ് സ്റ്റേർണം. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ബ്രസ്റ്റ് ബോൺ. ശരിയാണ്. ഇറ്റ് ഈസ് ഫ്ലാറ്റ് ബോൺ. ശരിയാണ്. ഇറ്റ് ഈസ് 2 in number. നോ, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി തെറ്റാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി വെൻട്രൽ മിഡ് ലൈൻ ഓഫ് ദി തൊറാക്സ്. ശരിയാണ്. അപ്പോൾ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് ടിപ്പിക്കൽ റിബ് ഈസ് എ തിൻ ഫ്ലാറ്റ് ബോൺ കണക്റ്റഡ് ഡാഷ് ടു ദി വെർട്ടിബ്രൽ കോളം ആൻഡ് ഡാഷ് ടു ദി സ്റ്റേർണം. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് റിബ്സ് നോക്കാം. റിബ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ റിബ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്, സ്റ്റേർണത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? വെൻട്രലി ദേ കണക്ട് ടു ദി സ്റ്റേർണം. പിറകിൽ ആരുമായിട്ടാ? വേർട്ടിബ്രൽ, പിറകിൽ ആരുമായിട്ടാ? വേർട്ടിബ്രൽ കോളം. അപ്പൊ ഡോർസലി ടു വേർട്ടിബ്രൽ കോളം, വെൻട്രലി ടു സ്റ്റേർണം. അപ്പൊ നമുക്ക് നോക്കാം. തിൻ ഫ്ലാറ്റ് ബോൺ കണക്റ്റഡ് ഡോർസൽ ടു, എവിടെയാ? ഡോർസൽ ടു ദ വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രൽ ടു ദി സ്റ്റേർണം. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ബോൺ ഇൻ ഈച്ച് അപ്പർ ലിംബ്. ഈച്ച് അപ്പർ ലിംബിലെ ബോണുകൾ ഏതൊക്കെയാ? അപ്പർ ലിംബിലെ ബോണ്, ഫസ്റ്റ് ബോൺ ഏതാ? ഹ്യൂമറസ്. അത് കഴിഞ്ഞാൽ കയ്യിൽ ഈ പോർഷനിൽ കാണുന്ന ബോണുകൾ ഏതല്ല? റേഡിയസ്, അൾന. അത് കഴിഞ്ഞാൽ വരുന്ന റിസ്റ്റ് ബോൺ ഏതാണ്? കാർപ്പൽ. അത് കഴിഞ്ഞ് വരുന്ന പാം ബോണിന്റെ പേരെന്താ? മെറ്റാകാർപ്പൽസ്. ഫിംഗർ ബോണുകൾ ഏതല്ല? ഫെലാഞ്ചസ്. ഹ്യൂമറസ് 1, റേഡിയസ് 1, അൾന 1, കാർപ്പൽ 8, മെറ്റാകാർപ്പൽസ് എത്രയാ? 5, ഫെലാഞ്ചസ് 14. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ എത്രയാണ്? 1, 1, 8, 5, 14. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, മാച്ച് ദി കോളം 1 and 2. നമുക്ക് നോക്കാലോ. റിസ്റ്റ് ബോൺ. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബോണാ? കാർപ്പൽസ്. റിസ്റ്റ് എന്ന് പറയുമ്പം കാർപ്പൽ ബോൺ ആണ്. തൈ ബോൺ. തൈ ബോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? കാലിൽ ഏറ്റവും തൊടയിലെ കാണുന്ന ബോൺ ഏതാണ്? ഫീമർ. ഏറ്റവും വലിയ ബോണാണ് ഫീമർ. ആംഗിൾ ബോൺ. കാലിലെ ആംഗിൾ ബോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടാർസൽസ്. പാം ബോണിനെ വിളിക്കുന്ന പേരെന്താണ്? പാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മെറ്റാ കാർപ്പൽസ്. ഡിജിറ്റ്സിലെ ബോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫെലാഞ്ചസ്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ഫെലാഞ്ചസ് വരുന്ന ഓപ്ഷൻ 3. 2, 5, 4, 1, 3. 2, 5, 4, 1, 3. ഓപ്ഷൻ 3 ആണ് വരുന്നത്. 2, 5, 4, 1, 3. ഓക്കെ, അസറ്റാബുലം ഒക്കേഴ്സിൻ. അസറ്റാബുലം എന്ന് പറയുന്നത് നമ്മളുടെ പെൽവിക് ഗേർഡിലിന്റെ പാർട്ടാണ്. പെൽവിക് ഗേർഡിൽ നമ്മുടെ ഏറ്റവും നീളം കൂടിയ ബോണായ ഫീമർ അറ്റാച്ച് ചെയ്യുന്ന ഏരിയ ആണ്. ക്യാവിറ്റിന്റെ പേരാണ് എന്ത്? അസറ്റാബുലം. എന്താണ് പേര്? അസറ്റാബുലം. അപ്പൊ അസറ്റാബുലം ഈസ് എ പാർട്ട് ഓഫ്
പെൽവിക് ഗേർഡിലാണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, ഈച്ച് കോക്സൽ ബോൺ ഈസ് ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് 3 ബോൺസ്. കോക്സൽ ബോൺ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെല്ലാം കൊണ്ടായിരുന്നു? ഇലിയം, ഇഷിയം, പ്യൂബിസ്. നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് ഉണ്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓപ്ഷൻ എയും ബിയും നിങ്ങൾ നോക്കി, ഇലിയം, ഇഷിയം, പ്യൂബിസ്. ഇലിയം, ഇഷിയം, പ്യൂബിസ്. ഇതിൻ്റെ അകത്ത് ഇയും ഒരാൾക്ക് ഐയുമാണ് ഉള്ളത്. ഈ വരുന്ന ഇലിയം എന്ന് പറയുന്നത് നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ കഴിഞ്ഞിട്ട് വരുന്ന ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ടല്ലോ, ഈ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ പാർട്ടാണ് ആരെ? ഇലിയം. അപ്പൊ ഈ ഇലിയം എന്ന് പറയുന്നത് ഇലിയം, കോളൻ, റെക്ടം എന്ന് പറയുന്ന 3 പോർഷൻ കാണുന്നത് ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഇ അല്ല വരിക, ഐ ആണ് വരുന്നത്. ഓപ്ഷൻ ബി, ഇലിയം, ഇഷിയം, പ്യൂബിസ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? 3. നെക്സ്റ്റ്, ചൂസ് ദി കറക്റ്റ് മാച്ചിങ്. അപ്പൊ നമുക്ക് കുറച്ച് സൈനോവിയൽ ജോയിൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഉള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണുന്നത് ഗേർഡിലുകളിലാണ്. പെക്ടോറൽ ഗേർഡിലും പെൽവിക് ഗേർഡിലുമാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഗേർഡിൽ വെച്ച് വരുന്നത് ഏതാ? പെക്ടോറൽ ഗേർഡിൽ ആൻഡ് ഹ്യൂമറസ്. വരുന്നത് ഏതാണ്? ഓപ്ഷൻ 5 ആണ്. ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത് നീ എൽബോയിൽ കാണുന്ന ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് നീ ഏതാണ് വരുന്നത്? B4 ആണ് വരുന്നത്. ഇനി സി, പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് കാണുന്നത് കഴുത്തിൽ അറ്റ്ലസ് ആക്സിസിലാണ് കാണുന്നത്. സി വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഡി, സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് കാണുന്നത് ഈ തമ്പിൽ കാണുന്നതാണ്. കാർപ്പൽ ആൻഡ് മെറ്റാ കാർപ്പൽ ഓഫ് ദി തമ്പ് ആണ് സാഡിൽ ജോയിന്റ് കാണുന്നത്. 1 ആണ്. അപ്പോ 5, 4, 2, 1 ഓപ്ഷൻ 1 ആണ് വരുന്നത്. മാച്ച് ദി ഫോളോയിങ് എളുപ്പമാണ് നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിൻ ബിറ്റ്വീൻ ബോൺ ഇൻ ദി ഫോം ഓഫ് സ്വീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ സ്കള്ളീസ്. സ്വീച്ചേഴ്സ് എന്ന് വെച്ചാൽ നൂല്, സൂചി വെച്ച് നമ്മൾ നൂല് വെച്ച് തുന്നിക്കൂട്ടില്ലേ, അതുപോലെ കാണുന്ന ജോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഹിഞ്ച് ജോയിന്റ് നമ്മൾ ഇപ്പൊ കണ്ടത് അതൊരു സ്വീച്ചേഴ്സ് വെച്ചുള്ള ജോയിന്റ് അല്ല, അതൊരു സൈനോവിയൽ ജോയിന്റ് ആണ്. സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് ചെയ്തിട്ടുള്ള ജോയിന്റിനെയാണ് നമ്മൾ സൈനോവിയൽ ജോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹിഞ്ച് ജോയിന്റ് അല്ല, സൈനോവിയൽ ജോയിന്റ് അല്ല. കാർട്ടിലേജ് ജോയിന്റ് എന്ന് പറയുന്നത് കാർട്ടിലേജ് വെച്ചിട്ടാണ് 2 ബോണിനെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അല്ല. ഫൈബ്രസ് ജോയിന്റ്, നൂല് പോലത്തെ സാധനം കൊണ്ടുള്ള ജോയിന്റ്. അപ്പൊ ഫൈബ്രസ് ജോയിന്റ് ആണ് എവിടെ കാണുന്നത്? ഹ്യൂമൻ സ്കള്ളിൽ കാണുന്ന സ്വീച്ചർ ആയിട്ട് കാണുന്ന ജോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗൗട്ട് ഈസ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു ദി അക്യുമുലേഷൻ ഓഫ്. ഗൗട്ട് എന്ന് പറയുന്നത് ആരെ അക്യുമുലേഷൻ കൊണ്ടാ? യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ്. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെറ്റനി ഈസ് എ റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് മസിൽസിന്റെ റാപ്പിഡ് സ്പാസം ഉണ്ടാവാൻ കാരണം? നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ട്. ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. ആർത്ര എന്ന് പറയുന്നത് ജോയിന്റ്. ജോയിന്റിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർത്രൈറ്റിസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.